ഹലോ ഗൈസ്, പുതിയതിലേക്ക് എല്ലാവർക്കും ലക്ഷ്മി പച്ചക്കുട്ടൻ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു മോബ് ഫാം ഉണ്ടാക്കാൻ പോവാണ്, ഒരു വർക്കിംഗ് മോബ് ഫാം. ഗൈസ്, ഞാൻ ഓഫ്ലൈനിൽ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു ആക്ച്വലി വർക്കിംഗ് മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, കിട്ടിലായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് കിട്ടും. പക്ഷേ നമുക്ക് സ്പൈഡറിനെ സ്പോൺ ആക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മളവിടെ മറ്റേ ബട്ടണ് അല്ല വൂള് വെച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ ബോ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ റിച്ചായി തുടങ്ങി. ഈ മാജിക് ബട്ടൺ. ഓക്കെ, നമ്മൾ റിച്ചായി തുടങ്ങി ഈ ഗെയിമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗെയിം റിച്ച് പേഴ്സൺ എന്നറിയുന്നത്, കാരണം നമ്മുടെ ഒരുപാട് ഈ ഗൺ പൗഡറും ഈ ബോൺ മില്ലൊക്കെ കിട്ടുന്നുണ്ട്. ഈ ആരോസ് ഇതൊക്കെ ഇപ്പോൾ എൻ്റെ 2 സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. മൊത്തം കൂടെ എൻ്റെ കുറേ സ്ട്രിങ്. അപ്പോൾ നമ്മളൊരു വർക്കിംഗ് മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാടാ കിട്ടിയേ. ചെക്ക് യുവർ റെസിപ്പി ഗ്ലോയിങ്. അതെങ്ങനെ ഇതിൻ്റെ മേളിൽ ഇനി എന്തെങ്കിലും പോകണം? ഇതിൽ മറ്റേ റീപ്ലേ മോഡൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇട്ട് നമുക്ക് 10 XP ഇതായി പോയിൻ്റായി. നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് കളിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബേസിൽ കുറച്ച് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പോകും. അവിടെ ഇപ്പോൾ ഇത് രാത്രിയല്ല. നമുക്ക് ഫസ്റ്റ് അപ്പോൾ നമ്മുടെ ഉള്ള സ്ട്രിങ് എടുക്കാം. 6 സ്ട്രിങ്ങും 6 സ്ട്രിങ് ഇപ്പോൾ തന്നെ എൻ്റെ ഉണ്ട്. ഒരു ബെഡ് ഉണ്ടാക്കാനുള്ളതുണ്ടോ? 9 സ്ട്രിങ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് ഡെഡ് ആവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. 9 സ്ട്രിങ് ഉണ്ട്. 9 സ്ട്രിങ് വെച്ചേ നമുക്ക് എത്ര വൂളുണ്ടാക്കാം? 2 വൂളെടുക്കാം. പിന്നെ ഒരു 3 സ്ട്രിങ്ങും കൂടെ മതി. നമുക്ക് പിന്നെ കിടന്നുറങ്ങാം. നമ്മൾ 6 ഡേയ്സ് ആയിട്ട്. സോംബി വില്ലേജർ ഇവന്മാർ വെച്ചാൽ അത് നമുക്ക് അടുത്തപ്പോൾ ഇവന്മാരിപ്പോൾ കുറേ വന്നു. സോംബി വില്ലേജറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഗോൾഡൻ ആപ്പിൾ കൊടുത്ത്. അത് നിങ്ങൾക്കറിയാവോ? അറിയായിരിക്കും, കൂടുതലും പേർക്ക് അറിയായിരിക്കും. നമുക്ക് സോംബി വില്ലേജറിനെ കൺവേർട്ട് ആക്കാൻ പറ്റും. അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, മറ്റേ നമ്മുടെ ഗോൾഡൻ ആപ്പിളും മറ്റേ വീക്ക്നെസ് പോഷനും എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഇത് ചെയ്യാൻ പോവാം. ഇത് നമ്മുടെ ബേസിൻ്റെ പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇത് ചെയ്യണം. നമ്മൾ ട്രീ ഫാം ഇതുവരെ നമ്മൾ നമുക്കൊരു ട്രീ ഫാം ഉണ്ടാക്കണം ആദ്യം തന്നെ. ഇവന്മാർ കുറേ ഇതിൻ്റെ ഞാൻ ഓഫ്ലൈനിലാണ് കേസ് ഉണ്ടാക്കി, കാരണം കുറേ സമയം എടുത്ത്. ഈ റിസോഴ്സ് കാരണം ഇടയ്ക്ക് തീർന്നു പോയി. ഒരു 4 സ്റ്റാക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നേരെ കുഴിയിലോട്ട് പോണടാ. നമുക്ക് മറ്റേ അവൻ വരുമായിരുന്നെങ്കിൽ ആരും എന്നാലും കാര്യം, മറ്റേ സ്പൈഡർ വന്ന് താര വീഴുമായിരുന്നെങ്കിൽ. ഇത് ഹസ്കാണോ വന്ന് വീഴുന്നത്? അത് സോംബിയോ? എനിക്കൊന്ന് ഈ ഗെയിമിൽ സോംബിയൊക്കെ അങ്ങനെയാണ്. ക്രീപ്പറിനൊക്കെ കണ്ടോ? 2 സ്ട്രിങ് ആ സ്പൈഡർ നിന്ന് വീണ് കേട്ടോ. മിക്കവാറും ഈ 3 സ്ട്രിങ്. ലെറ്റ്സ് ഗോ. ഇന്ന് ചൈത്ര നോ ബ്രോ, നേരത്തെ ഞങ്ങളുടെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ട്രിങ് കിട്ടും. ഞാൻ നോക്കാം. കേസ് കിട്ടി, ഒരു സ്ട്രിങ്ങും കൂടെ കിട്ടി. കേസ് എനിക്ക് തോന്നേ ഇവിടെ വന്ന മൊത്തം സ്പൈഡർ വന്നെന്ന് തോന്നുന്നു. നമ്മുടെ ഇത് 3 വൂള്. അപ്പോൾ ഇതിന് 3 വൂള് ഞാൻ ഉണ്ടാക്കി. ഇനി കുറച്ച് വുഡ് വേണം. വുഡ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക്. ഞാൻ ബോൺ മില്ല് ചെയ്തായിരുന്നു കുറേ വുഡ്. അവിടുന്ന് സാപ്ലിങ് നമുക്ക് വേണം. ഓക്കെ, ഇത് മരം വെട്ടണം, എന്നിട്ട് സാപ്ലിങ് എടുക്കാൻ പറ്റത്തുള്ളൂ. എടുക്കാം. നമ്മുടെ ആദ്യത്തെ ബെഡ്. ലെറ്റ്സ് ഗോ. ക്രാഫ്റ്റ് ചെയ്ത് ആദ്യത്തെ ബെഡ് ഞാൻ. ഇപ്പം തന്നെ ഈ ഫാം കുറച്ചൊരു ഡൗൺ ആയി. അടുത്ത സ്ട്രിങ് നമുക്കൊരു ഇത് മറ്റേ ഇതാക്കണം. സ്പൈഡർ പ്രൂഫ് ആക്കണം. സ്പൈഡർ പ്രൂഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അയ്യോ, മോൺസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രീപ്പറിൻ്റെ കൈ കൊണ്ട് ആവാം. വേണ്ട, നമുക്ക് ഇന്ന് ഒരു ഇത് ഉണ്ടാക്കണം. ഏത്? നമ്മുടെ ട്രീ ഫാം ഉണ്ടാക്കണം. ട്രീ ഫാം പേടിച്ച് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ബെഡ്. അവിടെ നിറച്ച ആൾക്കാർ വന്ന്. സോംബി വില്ലേജർ ഇവനെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പിന്നെ എടുക്കാം. ഇഷ്ടം പോലെ ഇങ്ങനെ തല്ലിക്കൊന്ന് എത്ര ഈ സോംബി വില്ലേജ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2 എപ്പിസോഡ് വേറെ തന്നെ 2 എപ്പിസോഡ് ക്ലാസ്സൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഗൈസ് എന്നെ ഒരു ദിവസം
മറ്റേ സോംബി വില്ലേജ് നമുക്ക് നമ്മളെ വേഗം നടിക്കാൻ പറ്റും. കാരണം അപ്പോൾ നമുക്കിന്ന് നമ്മളെ ബേസിൻ്റെ പ്രോഗ്രസ് ചെയ്യണം. പിന്നെ ഞാൻ പിന്നെ ഓഫ്ലൈനിൽ നിന്നേ ഇവിടെ ഒരു ഇതുണ്ടാക്കി, ഇൻഫിനിറ്റി വാട്ടർ പൂളും പിന്നെ അവിടോട്ടൊരു സ്പേസും. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ 2 ക്രീപ്പറുണ്ടല്ലോ. എൻ്റെ അമ്പും പുല്ലും എടുക്കുക. ഞാൻ കഷ്ടപ്പെട്ട് മെയ്ഡ് ചെയ്ത് സ്ട്രിങ്ങൊക്കെ കൊണ്ട് മെയ്ഡ് ചെയ്ത് അമ്പും പുല്ലും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവന്മാരെ കൊണ്ടോ അവന് കൊണ്ടോ പേടിക്കണ്ട. നമ്മുടെ ഇഷ്ടം പോലെ ആരോസ് ഉണ്ട്. കൊണ്ടില്ല, അത് കൊണ്ടില്ല, അത് കൊണ്ടില്ല. ആ അതുകൊണ്ട് നോക്കിയത് ഞാൻ താഴെ വിടറാ. ഒരുത്തനെ കൊന്നു പോടാ. അതുകൊണ്ട് എടാ ഞാനൊരു ഈ ഗെയിമിൽ പ്രോ ആയോ. ഈ ഗെയിം എന്തായാലും നമുക്ക് കുറച്ച് എപ്പിസോഡ് ചെയ്തിട്ട് ഞാൻ മൈൻക്രാഫ്റ്റിലോട്ട് പോകുന്നുള്ളൂ. കാരണം ഈ ഗെയിമിൽ ടെക്സ്ചർ വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ അമ്പില്ല. ആര് പറഞ്ഞ അമ്പില്ലെന്ന്? ഇപ്പം അവന്മാരെ അങ്ങോട്ട് പോയി തല്ലിക്കൊന്ന് ഇഷ്ടം പോലെ അമ്പ് കിട്ടും കേട്ടോ. എന്നെക്കൊണ്ട് വാശിയെടുപ്പില്ല. എത്ര അമ്പുണ്ടേ? 7 അമ്പ്. ഇങ്ങോട്ട് വാടാ. നമ്മളെ കൊന്നിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. അത് പോയി. ഇത്ര റേഞ്ച് കിട്ടുമോ? അയ്യോ അവനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അവനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഈ എപ്പിസോഡ് തന്നെ സ്റ്റാർട്ടാക്കിയത്. ജെക്കെ അതെൻ്റെ മൊത്തം 18 ഗൺ പൗഡറായി കേട്ടോ. 3 സ്ട്രിങ്ങോ, ടോട്ടം ഫ്ലഷ്, ഇതൊക്കെ നമുക്ക് പിന്നെ മറ്റേ വലിയ ബെഡ് ഞാൻ താഴെ കൊണ്ട് കളയല്ലേ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊന്ന് പറഞ്ഞു ഇവിടോട്ട് വരിക, എല്ലാവരും തല്ലിക്കൊടുക്കുക, XP എടുക്കുക. നമുക്ക് XP ഒക്കെ കിട്ടും. എടാ സ്പ്രിങ് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ നേരത്തെ വിചാരിച്ചേ മറ്റേ ഹസ്കല്ല, വേറൊരു മോബുണ്ട്. പൊട്ടറ്റോ കിട്ടി. നമുക്കപ്പോൾ പൊട്ടറ്റോ ഒന്ന് ഫാം ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ട്രീ ഫാം ഉണ്ടാക്കണമെന്നല്ലേ ഞാൻ പോയിന്റിലോട്ട് വരട്ടെ. അപ്പോൾ ട്രീ ഫാം ഉണ്ടാക്കണമെങ്കിലേ നമുക്ക് ഈ ഡേർട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഡേർട്ട്, ഇവിടുത്തെ ഈ മൊത്തം ഡേർട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇവിടെ സ്ലാബ് വെക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള കോബർ സ്റ്റോൺ എൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ പൊട്ടറ്റോ കിട്ടി. ഈ പൊട്ടറ്റോ ഒക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. കാരണം ആ പൊട്ടറ്റോ കൊണ്ടൊക്കെ ഞാൻ താഴെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി ബോൺ മില്ല് ചെയ്യാം. എങ്ങനെയുണ്ട്? അയ്യോ ബോൺ ഇപ്പോൾ നമുക്ക് ബോൺ ഇച്ചിരി ക്ഷാമമുണ്ട്. 22 ബോണേ എൻ്റെ കയ്യിലുള്ളൂ. നല്ല എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ഈ ഡേർട്ട് ഒന്ന് മൊത്തം പൊട്ടിച്ചെടുക്കാൻ ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് കളയണം. അതിനെൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്ലോക്ക് ഇങ്ങെടുത്ത് ഈ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് എൻ്റെ ഒരു പിക്കാക്സും കൂടെ കയ്യിൽ വെച്ചേക്കട്ടെ. ഒരു പിക്കാക്സും കയ്യിൽ വെച്ച് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് മാറ്റി. ഇനി നമുക്ക് ഈ ലാവയും കൂടെ ബക്കറ്റിൽ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി. ഈ ലാവ ബക്കറ്റിൽ നിന്നെടുത്ത് ഇവിടെ ഈ ലാവൊക്കെ കിട്ടാൻ പാടാ. പിന്നെ ഈ ഗെയിമിലൊരു ഫീച്ചറുണ്ട് ഗൈസ്. നമുക്കേ എനിക്ക് ഈ കോബർ സ്റ്റോൺ ഞാൻ പറയാം. നമുക്കേ എടാ ഒരു ഷവലും കൂടെ ഉണ്ടാക്കണോ? ഞാൻ ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ ഗെയിമിലേ വേറെ ഐലൻഡ് ഞാൻ എടുത്ത മാപ്പിൽ സ്പോൺ ആവത്താണോ എന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഞാൻ ഇപ്പം തന്നെ ഈ എപ്പിസോഡൊന്നും തീർക്കാൻ തയ്യാറല്ല. പോയനെ ഒരു ബ്ലോക്ക് പോലും താഴെ പോവാതെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചോ. ഓക്കെ താഴെ പോയി എൻ്റെ ഉള്ള പിന്നെ മറ്റേ മോബൊക്കെ സ്പോൺ ആവാനായിട്ടുള്ള ഈ ഇതും കൂടെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടെ അതും തേട്ട് വെച്ചാൽ ഓക്കെ. അതിന് നമുക്ക് വേറൊരു ഐലൻഡ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ മേളിലുള്ള ഒരു ഗ്ലാസ് ബ്ലോക്ക് നിർത്തണം. കാരണം ആ ബ്ലോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല നമുക്ക്. കാരണം ഞാൻ പറയാം ഞാൻ ഈ മോബ് ഫാമിൻ്റെ അടുത്ത് വേണ്ട. ഓക്കെ ഞാൻ പറയാം. നോ ബ്രോ ഇതുണ്ട് ഈ ഡേറ്റ് നമുക്ക് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ ഗ്ലാസിൻ്റെ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. ഒന്നുപോലും താഴെ പോവാതെ
എനിക്ക് കുറച്ച് മതി. ട്രീ ഫാം ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ ഈ ഡേട്ടൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അത് ചെയ്യണം. അത് നമുക്ക് ട്രാക്ക് റോഡ് വെച്ചിട്ടെ, എന്നാലും അത് അല്ലെങ്കിൽ വെള്ളം വെച്ച് നമ്മൾ ഇറങ്ങണം. അതൊന്ന് ട്രൈ ചെയ്യണോ ഗൈസ്? തടിൻ്റെ അടി നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ. എല്ലാത്തിനും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടൂൾസൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള 6 സ്ലാബ് മാത്രം എടുക്കാം. അയ്യോ, ബക്കറ്റിൽ ലാവയാണല്ലോ, വെള്ളം ഒഴിക്കണമല്ലോ. കൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് ബ്ലോക്കിങ് എടുത്തേ. വരിയുണ്ട്. ഈ വുഡ് ഇങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ബക്കറ്റിലോട്ട് ലാഭം വെക്കാം. ലാഭം എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആണോ? അല്ല, വേഗം തന്നെ ബക്കറ്റ് പോകാൻ പാടില്ല. ആദ്യത്തെ കാര്യം. അയ്യോ, ഞാൻ പൊട്ടത്തരം. അത് ഇൻഫിനിറ്റി ആയി. അന്ന് പേടിച്ച്. ഓക്കെ, ഈ വെള്ളം ഇവിടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. ഇനി ബക്കറ്റ് കൊണ്ട് വെക്കണം. അത് നമുക്ക് ആ വെള്ളം ഡിലീറ്റ് ആക്കാനേ. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇൻഫിനിറ്റി ഇതുള്ളതുകൊണ്ട് ഈ ബക്കറ്റ് ലാഭ തിരിച്ചു വെക്കട്ടെ. എന്നെക്കൊണ്ട് വയ്യ റിസ്ക് എടുക്കാൻ. ഒരു വട്ടം ഞാൻ മറ്റേ പഴയ ഇൻട്രൊഡക്ഷന് വരെ ഇതാക്കിയതാണ്, ഇത് ചെയ്തേ. അപ്പോൾ അത് ഇത്രയും ഇതേ ഉള്ളൂ. അവിടെ പോയെന്നാ ഞാൻ വിചാരിച്ചേ. ഇത് റിസ്കിൻ്റെ റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്. ലെറ്റ്സ് ഗോ. ജയിച്ചു നമ്മൾ ജയിച്ചു. ഇനി എൻ്റെ പിക്കാക്സ് എടുത്തിട്ട് വരാം. ജയിച്ചു. ലെറ്റ്സ് ഡു ഇറ്റ് മാൻ. നമ്മൾ ജയിച്ചു. നമുക്ക് അടി പ്ലാറ്റ്ഫോം കിട്ടി. നിങ്ങൾ കണ്ടില്ല? അല്ലെങ്കിൽ ആരെങ്കിലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? ഇല്ല. കറക്റ്റായിട്ട് ഈ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ക്രൗച്ച് ചെയ്ത് സ്ലാബ് വെച്ച് ചെയ്യണോ? ഒരു ബോട്ടം സ്ലാബ് വെച്ച് ചെയ്യാം, വെറുതെ റിസ്ക് എടുക്കണ്ട. നേരെ ഇനി ക്രൗച്ച് ചെയ്ത് എനിക്ക് കയറിപ്പോണ്ട വഴി. അവിടെ റിസ്ക്കാ. ക്രൗച്ച് ചെയ്ത് വന്ന് ഇത് ഇങ്ങെടുത്തിട്ട് നമ്മുടെ ഈ 30 സ്ലാബ് കുറച്ചും കൂടെ വേണ്ടി വരും, കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലം ഇത്ര ഇരിക്കട്ടെ. നേരെ ക്രൗച്ച് ചെയ്തിട്ടേ ഇരിക്കാവുള്ളൂ. എത്ര മിനിറ്റ് ആടാവോ? 13 മിനിറ്റ് ആയോ ഇത്ര പെട്ടെന്ന്? എപ്പിസോഡ് തുടങ്ങിയിട്ട് 2ാമത്തെ എപ്പിസോഡ് ആയതുള്ളൂ. അത് ഞാൻ എപ്പോഴാണ് ഇടുന്നത്. കുഴപ്പമില്ല, നമുക്കിനി ഇട്ട് പോവാം. പക്ഷെ ഒരു ബ്ലോക്കും കൂടെ താക്കണമായിരുന്നോ? ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി ഈ ഡേട്ട് പൊട്ടിക്കാം. കാരണം അത് താഴോട്ട് പോകത്തില്ല. ഞാൻ അവിടെ നിൽക്കും. ഓക്കെ, ഇതും കൂടെ പൊട്ടിക്കാം. ഓക്കെ, താഴെ പോകാതെ കൈ കിട്ടി. ഇതിൻ്റെ പിന്നെ ബ്ലോക്ക് മാറി. ബ്ലോക്ക് തിരിച്ചെടുക്കുക. ഇത് ഞാൻ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഇപ്പോഴത്തേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ലെങ്ത് ആവും. അയ്യോ, ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും സ്പോണായോന്ന് നീ ടോർച്ചിൻ്റെ വെട്ടം കണ്ടപ്പോൾ. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് അപ്പുറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡല്ലോ അതിൻ്റെ അല്ലേ നമുക്ക് വേണ്ട അത്രയും കിട്ടി. ഈ ടോർച്ച് പൊട്ടിക്കുമ്പോൾ താഴെ പോലോ. എൻ്റെ വേറെ ഉണ്ടോ? 12 ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. 12 എടുത്ത് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മളെ. അപ്പോൾ നമുക്ക് വേണ്ട ഡെട്ട് കിട്ടി. അപ്പോൾ നമുക്ക് മറ്റേ ട്രീ ഫാമും കൂടി ഇന്ന് ഉണ്ടാക്കിയേക്കാം അല്ലേ? എൻ്റെ ഉള്ള സോഡുണ്ട്. എന്നാ പറയുന്നത് ഗൈസ്? അത് നല്ലൊരു ഐഡിയ അല്ലേ? ഇവിടെയുള്ള ഈ ബാച്ചിനെ അങ്ങ് തീർത്തേക്കാം. ഇഷ്ടം പോലെ ഐറ്റം. എൻ്റെ മോനെ, സ്കൈ ബ്ലോക്കിൽ നമ്മൾ 7 ദിവസം കൊണ്ട് 18 ലെവല് കിഡിൽ. ഈ ഫാം കൊള്ളാം കേട്ടോ. ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് ഉണ്ടാക്കിയത് നന്നായി. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഫുഡിന് വേണ്ടി. ഫുഡ് നമുക്ക് പോരാ. എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം.
മറ്റേ പൊട്ടാസ് ഞാൻ എന്തൊക്കെ പൊട്ടത്തനം വിളിച്ച് പറയുന്നത്. പൊട്ടാസൊന്നുമല്ല. ടോർച്ച് അടിച്ച് വെച്ചേക്കാം. നമുക്ക് ആ ബോൺ മില്ല് ഒന്ന് ഞാൻ ഒപ്പിക്കട്ടെ. ബോൺ മില്ല് ഇത്തിരി ആവട്ടെ. വൈറ്റ് ഡേ ഒന്നും വേണ്ട ബ്രോ. അയ്യോ, ഓഫ്ലൈനിൽ ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടാണോ നിങ്ങളോട് ഇത്തരം സംസാരിച്ചത്? പൊട്ടനാണ് ഞാൻ. സോറി ഗൈസ്, സോറി. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ വീഡിയോ ഇട്ടിട്ടേക്കായിരുന്നു. അത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ പൊട്ടാറ്റയും കൂടെ പോയേനെ. പിന്നെ നമുക്ക് ആ വില്ലേജറിനെ കൊല്ലുമ്പോൾ, സോംബി വില്ലേജറിനെ കൊല്ലുമ്പോഴാണ് എനിക്ക് ആ ഇത് കിട്ടുന്നത്. ഇവിടോട്ട് ഒരു ഡേർട്ട് പീസ് വെച്ചിട്ട് ക്രൗച്ച് ചെയ്യാൻ മറക്കുന്നു. എൻ്റെ കയ്യിൽ ഇത്ര ഇത് വെച്ച് ഈ പൊട്ടറ്റോ ഇവിടെ ഹോ ചെയ്യണോ? ഇനി ഒരു ഹോയും കൂടെ എന്നോട് ഉണ്ടാക്കാനായിട്ടാണോ നിങ്ങൾ പറയുന്നത്? ക്രാഫ്റ്റിൻ്റെ ചെയ്യാം ഒരു ഹോ. ഇനി ഞാൻ ഒന്നും ക്രാഫ്റ്റ് ചെയ്യത്തില്ല. ഇച്ചിരി നേരത്തേക്ക് മടുത്ത് ക്രാഫ്റ്റ് ചെയ്ത് മടുത്തു. ഇനി എനിക്ക് ഈ പൊട്ടറ്റോ ഇവിടെ ഫാം ചെയ്യാം. ബോൺ മില്ല് ചെയ്തു 2 എണ്ണം. കുറേ എണ്ണം കിട്ടുമോ ഇങ്ങനെ? അയ്യോ, അതെന്തിനാണോ എങ്ങനെ? അതെന്നാടാ? എനിക്ക് 1 2 3 2 ഓക്കെ. ഓരോ ഇതിനും കറക്റ്റായിട്ട് എനിക്ക് മൈൻക്രാഫ്റ്റ് ഗെയിമേ അല്ല ഇത്. ഇങ്ങനെ കുറച്ചെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും, ഫാം ചെയ്യാം. കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം കിട്ടത്തില്ല. ചെസ്റ്റിനിട്ട് മേടിച്ചു. ഓക്കെ, കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ നമ്മൾ എത്ര ബോൺ മില്ല് ചെയ്യണോ അത്രത്തോളം പൊട്ടറ്റോ കിട്ടും. ഒരെണ്ണം ഇവിടെ നട്ടിട്ടെ ബാക്കി എൻ്റെ ഇത് വെച്ചേക്കാം. ബാക്കി ബോൺ മില്ല് അവിടെ ഇരിക്കട്ടെ, ഗൺ പൗഡറൊക്കെ അവിടെ ഇരിക്കട്ടെ, ഹോ അവിടെ ഇരിക്കട്ടെ, ഈ പൊട്ടറ്റോ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഈ സ്ലാബും എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഏത് ഫാമാണ്? ഫാമും പേരും മറന്നു. നമ്മുടെ ഏത് ഫാമോ? നമ്മുടെ ട്രീ ഫാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെയുള്ള കംപ്ലീറ്റ് ഡെട്ട് കിട്ടൂല. എന്നെ ഇപ്പോൾ തല കുത്തിയെന്ന് പറഞ്ഞാലും അത് കിട്ടൂല. അത് കുഴപ്പമില്ല. ഡേട്ടല്ലേ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ, ഈ ഗെയിമിൽ നെതർന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ബ്ലോക്ക് നെതർ അല്ല. അത് ഇനി എൻ്റെ മാപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മളെന്തായാലും ഇപ്പോഴത്തെ തന്നെ ഇത് തീർക്കത്തില്ല. ഞാനത് പറഞ്ഞോ? ഞാൻ മറന്നുപോയി. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്നും നമ്മൾ ഈ സീരീസ് തീർക്കത്തില്ല. ഈ 6 മണിയാവാറായി. 6 മണിക്ക് വീഡിയോ ഇടണ്ടയാ. 2 മിനിറ്റും കൂടെ റെക്കോർഡിങ് ടൈം ഉള്ളൂ എനിക്ക്. അപ്പോൾ ഈ അടുത്തൊരു സ്കൈ ബ്ലോക്കിൻ്റെ സീരീസും കൂടെ നമ്മൾ സ്റ്റാർട്ടാക്കും. എന്നിട്ട് നമ്മൾ ഇത് നിർത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മുടെ ഇത് ഞാൻ ഇത്രയായിട്ട് ഇനി ഇവിടെ നമ്മുടെ സ്കൈ ബ്ലോക്ക് ഈ ഗെയിമിൻ്റെ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. സ്കൈ ബ്ലോക്ക് ഫുള്ള് ഇത്. അപ്പോൾ ഈ ഗെയിം നമ്മൾ വേഗം തന്നെ നിർത്തും. കാരണം നമ്മുടെ എൻഡ് പോർട്ടലിനുണ്ട്. ഇനി എൻജുമാനെയും കൂടെ കണ്ടുപിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കില്ല, കൊല്ലാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒന്ന് കഴിഞ്ഞ് 1 2 3 എണ്ണം കഴിഞ്ഞ് ഇവിടെ ഒരു ഡേർട്ട്. നമ്മളിപ്പോൾ 6 എണ്ണം വെക്കാൻ പറ്റുന്ന പോലത്തെ ഇതാ ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമും വലുതാക്കി. 2 മിനിറ്റും കൂടെ ഉള്ളൂ ഗൈസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ. അതിന് എനിക്ക് പോകണം. 1 മിനിറ്റും കൂടെ, കറക്റ്റ് 20 മിനിറ്റ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും. കുറച്ച് ബേസ് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഡെട്ടും പൊട്ടിച്ച് മാറ്റി ഒരു മോബ് ഫാമും ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇൻട്രോടെ സമയമുണ്ട്. നമുക്ക് ഇത് വെച്ചാലോ? 1 2 3 കഴിയുമ്പോൾ ഒരു ഡേട്ട്. സമയമുണ്ടോ ഗൈസ്? ഇല്ലില്ല, എനിക്ക് കറക്റ്റ് ആ സമയത്ത് പോകണം. വേറെ പരിപാടിയുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ അടുത്ത എപ്പിസോഡ് തന്നെ പെട്ടെന്ന് വരും. കാരണം നാളെ ഞായറാഴ്ചയാണ്. ഓക്കെ,
ഓക്കെ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്. ബൈ ബൈ ബൈ.